കേന്ദ്ര സർക്കാർ കടൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും സംസ്ഥാന സർക്കാർ കരിമണൽ ഖനനം നടത്തുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് ധീവരസഭ ആവശ്യപ്പെട്ടു. മണൽ ഖനനം സംബന്ധിച്ച് ഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും ഖനന വകുപ്പ് മന്ത്രിക്കും നിവേദനം സമർപ്പിക്കുകയും വിഷയത്തിന്റെ ഗൗരവം എംപിമാരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തെങ്കിലും നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഈ നിയമ ഭേദഗതി സംബന്ധിച്ച് വേണ്ട രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്നും ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു. കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്നും സംസ്ഥാന സർക്കാർ കരിമണൽ ഖനനം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ധീവരസഭ ആവശ്യപ്പെട്ടു. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരും ഹർത്താൽ നടത്തുകയാണ്. ഞങ്ങളും ആ ഹർത്താലിൽ പൂർണ്ണമായും പങ്കെടുക്കുകയാണ്. 27 നടത്തുന്ന ഹർത്താലിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സുപ്രധാനമാണ് കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നടത്തുന്ന കരിമണൽ ഖനനം. അപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുകയും കരിമണൽ ഖനനം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ ഫെബ്രുവരി 27 നടക്കുന്ന ഹർത്താലിൽ പങ്കാളികളാകുന്നത്. 2002 ഉണ്ടാക്കിയ ഓഫ്ഷോർ ഏരിയ മിനറൽ ആക്ട്, ഈ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് 2017 പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവന്നതാണ്. പക്ഷേ ആ ബില്ല് പിൻവലിച്ചു. വീണ്ടും അതേ ബില്ല് തന്നെ ഇപ്പോൾ 2024 കൊണ്ടുവന്നു. ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 8114 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഇന്ത്യയുടെ തീരപ്രദേശത്തിന്. അതിൽ 7517 കിലോമീറ്റർ പ്രദേശത്തെയാണ് ഈ കടൽ മണൽ ഖനനം ബാധിക്കുന്നത്. പല ബ്ലോക്കുകളായി തിരിച്ച് 50 വർഷത്തേക്കാണ് ലീസിന് കൊടുക്കുന്നത്. കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ നടക്കുന്ന കരിമണൽ ഖനനം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് 27 തീരദേശ ഹർത്താൽ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാജ്യത്തെ 10 കോടിയോളം ജനങ്ങൾ പരമ്പരാഗതമായി തീരപ്രദേശങ്ങളിൽ അധിവസിച്ച് മത്സ്യബന്ധനം ഉപജീവനമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തീരദേശവാസികളെയും മത്സ്യസമ്പത്തിനെയും പൂർണ്ണമായും നശിപ്പിക്കുന്ന നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിച്ച് മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിയമം സംബന്ധിച്ച് അഭിപ്രായമാരാഞ്ഞ അവസരത്തിൽ ഈ ഭേദഗതി പിൻവലിക്കണം എന്ന് ധീവരസഭ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രിക്കും ഖനന വകുപ്പ് മന്ത്രിക്കും 2023 ഫെബ്രുവരി 26 നിവേദനം നൽകുകയും ചെയ്തിരുന്നതായി ദിനകരൻ പറഞ്ഞു. എന്നാൽ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം എംപിമാരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തെങ്കിലും നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന നിയമ ഭേദഗതിയാണോ ഇത്? ഈ കാര്യത്തിൽ ആവശ്യമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നും ധീവരസഭാ നേതാക്കൾ ആരോപിച്ചു. നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭ പ്രമേയം പാസാക്കണമെന്നും സർവകക്ഷി നിവേദക സംഘം പ്രധാനമന്ത്രിയെയും ഖനന മന്ത്രിയെയും കണ്ട് നിവേദനം സമർപ്പിക്കണമെന്നും 2023 ഫെബ്രുവരി 26 തന്നെ ധീവരസഭ സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. ജനറൽ സെക്രട്ടറി വി ദിനകരനെ കൂടാതെ സംസ്ഥാന സെക്രട്ടറി NR ഷാജി, അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് പ്രദീപ്, താലൂക്ക് സെക്രട്ടറി R സജിമോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.